നാല് വർഷത്തെ കഠിനാധ്വാന ഫലമായി നമ്മൾ ഈ വരുന്ന 23-ാം തീയതി തിയേറ്ററിലേക്ക് എത്തിക്കുന്ന നമ്മുടെ നരിവേട്ട എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട്, ടെക്നിക്കൽ ക്രൂവിലൊക്കെയുള്ള ആൾക്കാർ ഇനി വരാനുണ്ട്, പ്രിയംവത വരാനുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് 23-ാം തീയതി റിലീസ് ചെയ്യാൻ നിൽക്കുന്ന സിനിമയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ സിനിമ വയ്ക്കുന്നത്. ഈ സിനിമ 23-ന് തിയേറ്ററിലേക്ക് എത്തുന്ന വിവരം ജനങ്ങളിലേക്ക് അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ സിനിമ അർഹിക്കുന്ന ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജി അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. കൂടുതൽ ദൃശ്യമാധ്യമങ്ങളെയും പ്രിൻ്റ് മീഡിയയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ 23-ാം തീയതിയാണ് നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത്. നമ്മൾക്ക് പ്രചോദനമായി ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ സമയത്ത്. ബാക്കി കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം. അൻരാജ് പറഞ്ഞതുപോലെ ഈ സിനിമയെ പറ്റിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞതിനേക്കാൾ ഉപരി നമുക്ക് ഈ സിനിമയുടെ ആശയത്തെ പറ്റിയിട്ട് നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ പറ്റിയിട്ടും ഇതെല്ലാം പ്രത്യേകിച്ച് ഞങ്ങൾക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഇനിയും കുറേ പറയാനുണ്ട്. പക്ഷേ ഇതിൻ്റെ ആശയം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. അപ്പോൾ ഈ സിനിമ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് വേർഡ് ഓഫ് മൗത്ത് ആയിരിക്കും ഈ സിനിമയുടെ ഏറ്റവും നല്ല പ്രമോഷൻ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ 23-ാം തീയതി മെയ് 23-ാം തീയതി ഞങ്ങളുടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ആ സിനിമയുടെ ക്വാളിറ്റി ഒരു തരി പോലും കോംപ്രമൈസ്ഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ വരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജോലികളൊക്കെ കഴിഞ്ഞ് സെൻസറും കഴിഞ്ഞ് പടം ഇപ്പോൾ അപ്ലോഡിങ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും നരിവേട്ട സിനിമ ടീം മുഴുവൻ നിങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണ് തിയേറ്ററുകളിലേക്ക് ഈ സിനിമ ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സിനിമയ്ക്ക് അർഹിക്കുന്ന ഒരു വിജയം പ്രേക്ഷകർ തന്നെ നേടിത്തരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്ക് യു സോ മച്ച്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ വരുന്ന 23-ാം തീയതി നരിവേട്ട വരാണ്. ഫിസിക്കലിയും മെൻ്റലിയും കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. ഇതിൽ എൻ്റെ മാത്രമല്ല, ഇതിൽ നമ്മുടെ കൂടെ അഭിനയിച്ച ട്രൈബിൽ ചേട്ടന്മാരും ചേച്ചിമാരാണെങ്കിൽ പോലും അവരും വളരെയധികം എഫേർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ മൂവി നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മൂവി കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹായ്, ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. മെയ് 23-ന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് ഇത്രയും അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയത് എന്നെപ്പോലൊരു ആക്ടർക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നിങ്ങളെപ്പോലെ ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് ഫോർ മെയ് 23. നരിവേട്ട എനിക്ക് തോന്നുന്നു. ഹലോ ഇപ്പോൾ ഉള്ളതിനൊക്കെ കൂടുതൽ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു സിനിമയായിരിക്കും. ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്താണെങ്കിൽ അനുരാജിൻ്റെ 6 കൊല്ലത്തിന് ശേഷമുള്ളൊരു സിനിമയാണ്. ജെയ്ക്സ് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് 2 ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു പടം കാണാൻ. അവൻ പടം കാണുമ്പോൾ അവനിതൊന്നും അറിയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നമുക്ക് എനിക്കൊക്കെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടൊരു അനുഭവം ഇങ്ങനെ ഒരാൾ റിവ്യൂ ചെയ്യാൻ പറ്റിയിരുന്നു. സോ എല്ലാവരും പടം കാണും 23-ാം തീയതി. നമസ്കാരം. അത് ഈ സമയത്ത് നിർബന്ധമായിട്ടും പറയേണ്ട ഒരു വിഷയമാണ്. എനിക്കൊരു കഥയും തിരക്കഥയും ഒക്കെ ആക്കിയിരിക്കുന്നത്. അതൊരു ത്രില്ലിംഗായ സിനിമയായി മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും സിനിമ കാണുകയും അതിനുശേഷം ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബാവ. ഞാൻ ഈ ഫിലിമിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും
കുറച്ചധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരു പടമാണിത്. കാരണം നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പും ഇതിൻ്റെ എന്താണ് കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. സോ തീർച്ചയായിട്ടും 23-ാം തീയതി എല്ലാവരും ഈ പടം കാണണം. ഞങ്ങളെല്ലാവരും ഒട്ടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും. കാരണം കുറേ അധികം നടന്നു പോകേണ്ട ലൊക്കേഷൻസും കുറേ അധികം വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പറ്റി സെറ്റ് ഇടുകയും അവിടെ നമ്മുടെ പോലെ ആർട്ടിസ്റ്റ് ടൂറിയൊക്കെ അവിടെ എത്തിപ്പെടുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രണവ് ടിയോഫ്. മലയാളത്തിൽ ഇതിൻ്റെ 2ാമത്തെ മൂവിയാണ്. മെയ് 23 നരിവേട്ട റിലീസാവുന്നു. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ വളരെ എക്സൈറ്റഡോടുകൂടി തന്നെയാണ് ഞാനും നരിവേട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നരിവേട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഗോഡ്ഫുൾ ആൻഡ് ഗ്രേസ്ഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹമായിട്ട് ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ട് ഇന്ന് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് നിങ്ങൾക്കാണെങ്കിലും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് ഒരാളുടെ മാത്രം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം പാവക്ക പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ അത്രയും പേർക്ക് കഷ്ടപ്പാടുണ്ട്. കാരണം അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഓടി കേൾക്കുന്ന വാർത്ത എന്ന് പറഞ്ഞിട്ട് ബാബു വീടും കല്ലിൽ വഴിക്ക് വീടും മുറിവുണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിക്ക് ചോദിക്കണം എന്നിട്ട് എവിടെയാണ് ആശുപത്രി കൊണ്ടുപോയിക്കാണോ എവിടെയാണ് ഇല്ല അതേ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആ മുറിവും എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകളുമൊക്കെ ഉണ്ട്. അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ കല്ലുകൾ പിടിച്ചിരുന്നു അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇതുപോലെ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അത് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാവക്കയെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകൾ അങ്ങനെ കല്ല് പോലെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല. അതിന് കാരണം എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു. അതും ഈ പറയുന്ന സമയത്ത് തന്നെ തുടങ്ങാനും പറഞ്ഞ സമയത്ത് തന്നെ തീരാനും ഇതിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരോട് എല്ലാവരോടും നന്ദി പറയാനും കൂടെ വിനിയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു വൈകുക എന്നുള്ളതല്ലാതെ ഇങ്ങനെ വരും വരായകളെ കുറിച്ച് നമ്മൾ അമിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വയ്ക്കും. അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ അധികം ഓവർ തിങ്ക് ചെയ്യാറില്ല. സിനിമയിൽ വരുമ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് രക്ഷപ്പെട്ടില്ലെങ്കിലോ എന്ന് ഞാൻ എല്ലാ ദിവസവും ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും രക്ഷപ്പെടില്ല. പിന്നെ കലയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിനേക്കാൾ ഉപരി അതൊരു കടമയല്ലേ. ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കലാരൂപമാണ് സിനിമ. ആ സിനിമ എല്ലാ സിനിമയും സാരോപദേശ കഥയായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതിന് വേണമെന്നോ ഒന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മളൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാന്യമായിട്ടുള്ള ന്യായമായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കണം. ചുരുങ്ങിയ പക്ഷം നമുക്കെങ്കിലും അത് ശരിയെന്ന് തോന്നണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അതും ഇതങ്ങനെ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഒരു സാരോപദേശം അങ്ങനത്തെ സിനിമയും അല്ല. ഈ സിനിമയിൽ നമ്മൾ പറയുന്നതിൽ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഇയാൾ കാണുന്ന കാഴ്ചകളും അത് ഇയാളിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നല്ലൊരു സിനിമയ്ക്കുള്ള സ്കോപ്പ് അതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ സിനിമ കാണാനാണ് ഞങ്ങൾ നിങ്ങളെ തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ അസംഷൻസ് ആണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് ഒരു സിനിമ കണ്ടിട്ട് രണ്ടർത്ഥത്തിൽ ആ സിനിമ മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ കാണുന്നവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അവർക്ക് പലതരത്തിൽ ഈ സിനിമയെ അവരുടെ ഉൾക്കൊള്ളാനുള്ള കഴിവനുസരിച്ചിരിക്കും. അപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ
നമ്മൾ എന്തായാലും ഇതുകൊണ്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആൾക്കെതിരെ പോയിന്റ് ഏതെങ്കിലും വിരൽ ചൂണ്ടുകയാണെങ്കിൽ ആ വിരൽ എൻ്റെ അടക്കമുള്ള ആളുകളുടെ നേരെ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് ഒരു ആശയം നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പല രീതിയിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെപ്പോഴും പക്ഷേ നമ്മളുടെ മുകളിലേക്ക് മാത്രം നോക്കുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് ഉള്ളവരെ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. നമ്മളെക്കാൾ പ്രിവിലേജ് കുറഞ്ഞവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇങ്ങനൊരു സിനിമ ചെയ്ത് ഇങ്ങനൊരു ആശയം പറയാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ആശയം കൂടെ കൺവേ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഭാഗം കൂടെ ആൾക്കാർ കാണും എന്നുള്ളത് അത് ഭയങ്കര നല്ലൊരു കാര്യമല്ലേ. അതിന് വിമർശിക്കപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനങ്ങനെ ആക്രമിക്കപ്പെടേണ്ടയോ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു ജനാധിപത്യം നാടെന്നാണോ ജനങ്ങളുടെ മേലുള്ള ആധിപത്യമുള്ളതാണെന്നാണോ തോന്നുന്നത്? എന്നൊരു കാര്യം ചെയ്യും, ഇങ്ങോട്ട് വന്നിട്ട് മോനെ പറയാനുള്ള അതിലേക്ക് കുത്തിയിട്ട് ഇങ്ങനെ എന്റെ ഉത്തരം നേരത്തെ ഗസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിക്കാം. അല്ല, എന്റെ ഉത്തരം ഇതാണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അധികാരത്തിന്റെ പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് ചുറ്റും അറിയാം. കാരണം പല ഇൻസിഡൻസ് നടക്കുമ്പോൾ ആദ്യം ഒന്ന് വെളിയെ വരുമെങ്കിലും പിന്നെ അതിന്റെ പുറത്ത് പല കാര്യങ്ങളും വന്നിട്ട് അത് മറയപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ എന്താണ് നടന്നതെന്നോ പിന്നെ എന്താണ് അവരുടെ ജീവിതമെന്നോ പലപ്പോഴും അറിയാമെന്നില്ല. അപ്പം ജനാധിപത്യം എന്ന് പറയുമെങ്കിലും പക്ഷേ ജനങ്ങളുടെ മേലുള്ള ആധിപത്യം വേണം പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. മനസ്സിലായോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിളിച്ച് പറയാം. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ലേ. അപ്പം ഇതല്ലേ ടോവിനോട് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടോവിനോയ്ക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചോദിക്കണത് ഭയങ്കര മോശമാണ്. ബാവക്കാടാണ് ഇവിടെ ബാവക്ക പറയുന്ന കേട്ടു 100 സിനിമകൾ. അതിലപ്പുറം ഈ സിനിമയ്ക്ക് താങ്കൾ എടുത്തിരിക്കുന്ന ഒരു എന്താണെന്ന് എനിക്കറിയില്ല. താങ്കൾ അത്രമാത്രം കഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. താങ്കൾ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്, കുറേ സിനിമകൾ ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സെറ്റ് വർക്ക് താങ്കൾക്കൊരു ചലഞ്ചായിരുന്നു എന്ന് എനിക്ക് സ്വയം തോന്നുന്നു. കാരണം നിങ്ങളിപ്പോഴും മുത്തങ്ങ അല്ല എന്ന് പറയുമ്പോൾ ഞാൻ മുത്തങ്ങയിൽ തന്നെ നിൽക്കും കണ്ടോ, അതിനകത്തൊരു മാറ്റമില്ല. അതിൽ എന്നെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അവിടെ പോയി നേരിട്ട് കണ്ട അനുഭവമുള്ള ആളാണ്. അത്തരം ഒരു വർക്ക് താങ്കളുടെ ഈ കൈകളിൽ ഭദ്രമായിരുന്നു. ആ റിസ്ക് എങ്ങനെയായിരുന്നു? ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറേ പടങ്ങൾ ചെയ്തതിൽ ഒരു പടം എൻ്റെ മനസ്സിൽ എന്നെന്നും തങ്ങുന്ന ഒരു പടമായിരിക്കും ഈ നരിവേട്ട എന്ന ഫിലിം. ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയമില്ല. മേ ബി ഞാൻ ഈ പടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ അനുരാജിൻ്റെ അടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററും പറഞ്ഞിരുന്നത് എനിക്ക് എന്തെങ്കിലും ചെറിയ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. ഞാൻ എല്ലാവർക്കും ഇന്നും 100 പടം ചെയ്താലും ഇപ്പോൾ ചെയ്യുന്ന പടത്തിന് ഞാൻ ആദ്യത്തെ പടമായിട്ട് തന്നെ ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. കാരണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം അറിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് നത്തിങ്. ഐ വോണ്ട് ടു ലേൺ ഫ്രം സിനിമ. ആരും സിനിമയെ ഫുള്ളായിട്ട് പഠിച്ച ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല. ഇന്ന് വേറെ ഏത് ടെക്നീഷ്യൻ എടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയും ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറെയും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഇത് കിട്ടി, ഇൻസ്ട്രക്ഷൻസ് കിട്ടി, ഇങ്ങനെ ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെ വേണം. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിൽ എന്താണ് നമുക്ക് ബെസ്റ്റ് കൊടുക്കാം. വി ഡോണ്ട് ഗിവ് ദ എക്സാക്ട് തിങ് ബട്ട് വി ഗിവ് സംതിങ് മോർ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അത് ഉറപ്പായിട്ടും ഈ പടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കണ്ട റെഫറൻസിൻ്റെ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എക്സാക്റ്റ് അല്ല അത്. എന്നാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യുമോ അതോ പബ്ലിക്കിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായി ഇരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾമോസ്റ്റ് നമ്മളെ ADs ഒക്കെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, ബാബുക നിങ്ങൾ ഇട്ട സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത് ആസ് എ AD അല്ലെങ്കിൽ ആസ് എ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഐ എം നോട്ട് വർക്കിംഗ് ആസ് ആർട്ട് ഡയറക്ടർ. അത് ഇന്നും അത് തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എത്ര എനിക്ക് പടം കിട്ടിയാലും അതന്നെ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു, ബാബുക വളരെ നന്നായിരുന്നു എനിക്കൊരു സെറ്റ്, അത് ഭയങ്കര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള. അപ്പോൾ അത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. മീൻസ് അത് ഇനി അവാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അതന്നെ വലിയൊരു അവാർഡായിട്ടാണ്. കാരണം ഇതിൽ മെയിൻ പാർട്ടുണ്ട്. ഞാൻ എന്തൊക്കെ സെറ്റ് വർക്ക് ചെയ്താലും ഒരു ഡയറക്ടറും ഒരു DOPയും ആണ് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ദ ഫ്രെയിം എന്ത് വരും എന്നുള്ളത് നമുക്കറിയണം. ഒരു സെറ്റ് ഇടുന്നതിന് മുമ്പ് എന്താണ് ഫ്രെയിം എന്നുള്ളത് ആദ്യം അറിയണം. അതിന് ശേഷമാണ് സെറ്റ് ഇട്ടാൽ ആ ഫ്രെയിമിൽ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഞാൻ എപ്പോഴും തന്നെ ക്യാമറയുടെ പിന്നിൽ തന്നെ ഉണ്ടാവും. അതായത് ഒന്നിക്ക് മോണിറ്ററിന് മുമ്പിലുണ്ടാവും അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിലുണ്ടാവും. കാരണം
ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വർക്കിന്. അതുകൊണ്ട് എൻ്റെ വർക്ക് എല്ലാം നന്നായിട്ട് വരുന്നുണ്ടെന്നാണ് വിചാരം. ബാക്കി എൻ്റെ വർക്കിനെ കുറിച്ച് പറയണമെങ്കിൽ അനുരാജ് സാർ തന്നെ പറയണം അതിൻ്റെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അല്ല, ഇതിലേറ്റവും പ്രധാനമായിട്ടാണ് നമ്മൾ ഒത്തിരി പ്രസ് മീറ്റുകളുണ്ട്. ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറിനെ കൊണ്ട് ഇരുത്തി പ്രസ് മീറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ടാണ്. ഉറപ്പായിട്ടും അല്ല, ഇതിൽ ബാവക്കയുടെ എന്ന് വെച്ചാൽ നമ്മൾ റക്കി പരിപാടികളുണ്ടല്ലോ, ലൊക്കേഷൻ നമ്മൾ മനസ്സിലെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യണമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു വണ്ടി പോകുന്ന ലൊക്കേഷനിലായിരിക്കില്ല പലപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ ഇറങ്ങി നടക്കാനാണ് പതിവ്. അപ്പം ബാവക്ക ആണ് എൻ്റെ പുറകിൽ, നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ പുറകിൽ ദൂരെയാണ്. അപ്പോൾ കിലോമീറ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് നടക്കും. കടുവ, പുലി, അങ്ങനെ സകല സങ്കേതങ്ങളുള്ള കാടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുറകിൽ നമ്മൾ ഓർമ്മയുണ്ട്, ഒരു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഏതാണ്ട് ഒരു 50-60 പന്നിക്കൂട്ടം ക്രോസ് ചെയ്ത് ജസ്റ്റ് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അവർക്ക് പുറകെ നിലനിന്നത് കൊണ്ടാണ് പുള്ളിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് വരും. നമ്മൾ ഭ്രാന്തമായി എങ്ങനെ അലഞ്ഞു പോവാണ്. അപ്പോൾ പന്നി കുത്തി മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് ബാവക്കയുടെ ഒരു ഇടപെടലൊക്കെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുക, നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുകയും. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ മുത്തങ്ങ സമരം അല്ല എന്നല്ല നമ്മൾ പറഞ്ഞു, മുത്തങ്ങ സമരം ചേർന്നാണ് ഈ സിനിമ. മുത്തങ്ങ സമരത്തെ നമ്മൾ ഖണ്ഡിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആ സമയത്ത് വർക്ക് ചെയ്ത മാധ്യമപ്രവർത്തകർ മുത്തങ്ങ സമരത്തിൽ അന്ന് നിങ്ങൾ കണ്ട കാഴ്ചയെ പറ്റി ഇപ്പോൾ പറയാമോ? അത് ഇവിടെ എത്ര പേർക്ക് അറിയാം ഈ പുതിയ മാധ്യമങ്ങൾ? ഇത് നടക്കുമ്പോൾ, ഈ മുത്തങ്ങ സമരം നടക്കുന്ന സമയത്ത് എനിക്കും അനുരാജനൊക്കെ 13-14 വയസ്സാണ് പ്രായം. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്കൂളിൽ പഠിക്കുകയോ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. ഇവിടെ ഇരിക്കുന്ന പലരും ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ല. 2003 ശേഷം ജനിച്ചവരോടെ ഇല്ലേ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈവക്കാമോ? കണ്ടോ? 2003 ശേഷം ജനിച്ചവരുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ അന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത്, നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന, നമ്മൾ ഇപ്പോൾ വാർത്തയിലും പത്രത്തിലും കണ്ടതിനപ്പുറത്ത് അതിനകത്ത് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടത്. ഇപ്പോൾ ഹൈദർഖാനെ പോലെ അവിടെ ആ സമയത്ത് പ്രസന്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും അറിയാൻ. ഇപ്പം ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നതിനേക്കാൾ, ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും ആ സമയത്ത് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കണ്ട കാര്യങ്ങളോ എല്ലാം പറയാമോ? അല്ല, അവിടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ആദ്യം ചെല്ലുന്നുള്ളൂ, ആദ്യം ചെന്ന് അടുത്ത ബ്യൂറോയിൽ നിന്നാണ് പോകുന്നത്, പിന്നീടാണ് നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് അവിടെ 2 പേരെല്ലാം മരിച്ചിരിക്കുന്നു. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. മുത്തങ്ങ സമരത്തിൽ ഇന്ന് വരുന്ന വാർത്തയിൽ 2 പേര്, ഒരു പോലീസുകാരനും ഒരു ആദിവാസി മരിച്ചുവെന്ന് അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു മാധ്യമപ്രവർത്തകൻ. ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം അത്രമാത്രം വേട്ട നടന്ന സംഭവമാണ്. ഈ പേര് പോലെ തന്നെ അത്രമാത്രം വേട്ടയാടിയപ്പെട്ട ആദിവാസികളാണ്. ആദിവാസികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം വലുതായിരുന്നു. അതിനുശേഷം വലിയ സമരം, ഈ പറഞ്ഞ പോലെ 6ാം സമരത്തിന് ഞങ്ങൾ പോയതാണ്. അവിടെയും റബ്ബറിൻ്റെ മുകളിൽ ഇരുന്ന മണ്ണെണ്ണ ഒഴിക്കുന്ന, പെട്രോൾ ഒഴിക്കുന്ന സമയത്തും അതും റിപ്പോർട്ട് ചെയ്യാൻ പോയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾ ഇത് നീതിപൂർവമാണ് ഈ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം സമ്പാദിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്ക്. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസമാണ്, 2 പേരല്ല അവിടെ മരിച്ചതെന്ന് ഞാൻ എവിടെയും ഏത് ചർച്ചയ്ക്കും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇനി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും. സിനിമയ്ക്ക് മുമ്പ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ്. അതേ ഇവിടുന്ന് പോയാൽ നമ്മുടെ ഒരു ക്യാമറയുണ്ട്, റിപ്പോർട്ടർ പ്രദീപ് ഇവിടെ ഉണ്ട്. പ്രദീപ് വന്ന് കാസർഗോഡാണ് ഇന്ത്യ വിഷനുള്ളത്. പ്രദീപ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രദീപ് കാസർഗോഡ് നിന്ന് മുത്തങ്ങയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഉണ്ടായ ക്യാമറ ഇപ്പോൾ റിപ്പോർട്ട് റിവ്യൂലുള്ള അന്ന് ഇന്ത്യ വിഷനിലായിരുന്നു. അന്ന് കാസർഗോഡ് ബ്യൂറോയിലായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് അവിടുന്ന് മുത്തങ്ങയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയി. എന്നിലും മുമ്പെത്തിയ ഒരു ക്യാമറമാനാണ് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ കുറേ പേര്, എനിക്ക് ഇവിടെ ഉള്ള മെയിൻ ചാനലിലെ ക്യാമറമാൻ എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ അവിടെ പോയത്. ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിരപരാധിയായ ആദിവാസികളും അതിൽ നിരപരാധിയായ പോലീസുകാരും ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അത് കണ്ണു നനയിച്ച കാഴ്ചകൾ ഇഷ്ടം പോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇത്ര യാത്ര ചെയ്യുന്നത്. ഈ സിനിമ എനിക്ക് കാണാനുള്ളൊരു എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് എത്രയും പെട്ടെന്ന് 23-ാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 16-ാം തീയതി വരെ ഒന്ന് അന്ന് എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ടിരിക്കണം. ഒന്ന് കണ്ടാൽ പോലെ സിനിമ 2-3 പ്രാവശ്യം കണ്ടാലേ എനിക്ക് സിനിമ ഉള്ളിലേക്ക് കയറുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം എനിക്കറിയാവുന്ന കുറേ വേദനകളുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നു, അതിങ്ങനെ പ്രോഗ്രാം ഒരു അമ്മ പറഞ്ഞ എൻ്റെ കണ്ണു നനയിച്ച, എൻ്റെ മകന് കയറിക്കിടക്കാൻ ഒരു ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സമരത്തിന് പോയെന്ന് പറഞ്ഞു. എൻ്റെ മോന് കിടക്കും, അതുകൊണ്ട് ഞാൻ പോയി. അമ്മയെന്നതിലേക്ക് ഞാൻ പോയി. അങ്ങനെ എത്ര ആദിവാസികളെ കണ്ടാണെന്നാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നിങ്ങളതിൽ നീതി പുലർത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ നീതി പുലർത്തി, ഡയറക്ടർ അഭിനയിച്ചൊരു നീതി പുലർത്തിയിട്ടുണ്ട്.
ഈ സിനിമ നമ്പർ 1 സിനിമയായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ ഉറക്കെ പറയുകയാണ്. നമ്മൾ എന്ത് കഥ പറയുമ്പോഴാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവണം എന്ന് വാശി പിടിക്കാനോ പറ്റില്ല. ഇതൊരു ആർട്ട് ഫോമാണ്. ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ഒരു സാരോപദേശം കൂടിയേ തീരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും കുത്തിക്കയറ്റാൻ പറ്റില്ല. ഈ ചെടിയിൽ അത് മുഴച്ചിരിക്കും. ചില സിനിമകൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും അതിൻ്റെ പർപ്പസ്. അതിനകത്ത് നമുക്ക് അതിൽ നിന്നും ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നതൊക്കെ ഉണ്ടാവാം. അത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മീഡിയം ആയതുകൊണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇതും ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി നീതിപൂർണ്ണമായിട്ട് പറയണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് സിനിമ കാണുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളിലൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്ന എഡിറ്ററായിരിക്കും അല്ല? ഈ സിനിമ ഫുൾ ഫുട്ടേജ് കണ്ടിരിക്കുന്ന ഇദ്ദേഹമായിരിക്കും. എഡിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യേണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരിക്കും ഈ സിനിമ ഏറ്റവും കൂടുതൽ ആഴത്തിൽ ഇപ്പോൾ തറച്ചിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷമീർ, ഇത് പത്രങ്ങളിൽ കണ്ട വാർത്തകളുണ്ട്, ഇതുമായിട്ട് പല സംഭവങ്ങളുണ്ടാവും. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ സിനിമയെക്കുറിച്ച് വലിയൊരു ഐഡിയ ആയിരിക്കും മനസ്സിലുണ്ടാകുന്നത് അല്ലേ? ഈ കഥ കേട്ടിട്ടുണ്ട്, എഡിറ്റിംഗ് ഫുൾ ഫുട്ടേജ് അവിടെ എത്തുന്നു, ഇതിൽ നിന്ന് ഏത് കളഞ്ഞാലായിരിക്കും ഏത് ചേർത്താലായിരിക്കും ഒരു വല്ലാത്തൊരു ടെൻഷൻ താങ്കൾക്കുണ്ടായി കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഈ സിനിമയിൽ പ്രത്യേകിച്ച്. ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തീർന്നതിന് ശേഷമാണ് അനുരാജ് കാണാൻ വരുന്നത് സിനിമ. ഇതിൽ ലാസ്റ്റ് ഒരു ടെയിൽ എൻഡിൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ എഡിറ്റിൽ കുറച്ച് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ 1-2 സീൻസ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അനുരാജ് കാണാൻ ഹോളിലേക്ക് പോയി. ഞാൻ ഇരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇവൻ കണ്ടിട്ട് വന്ന് തറക്കിക്കും തിരിച്ചു മാറ്റാൻ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ച് ഞാൻ അടിയിലിരിക്കുന്നു. അതേപോലെ തന്നെ ഇവനും അവനെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും, ഞാനത് തിരിച്ചു മാറ്റും എന്ന് വിചാരിച്ച് ഇവനും പോകും. അങ്ങനെ ഇവൻ പടം കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒന്നും സംസാരിക്കാതെ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഞാൻ വിചാരിച്ച് പണി പാളി. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കണ്ണൊക്കെ നടന്ന് സോ അതായിരുന്നു ഈ പടം ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്ന ആ സമയത്ത് അവൻ്റെ ഇപ്പോൾ റിയാക്ഷൻ അതായിരുന്നു. ഞങ്ങൾ ഒരുപാട് പേര് പടം കണ്ടു. പടം കണ്ട ആൾക്കാരുടെയൊക്കെ ഒരു പോയിന്റ് ഉണ്ട് ഇതിൽ. ആ ഏരിയയൊക്കെ എത്തുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നത് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഡയറക്ടറിനോട് ഇവിടെ സ്ട്രൈറ്റ് ഹിസ്റ്ററി ഈസ് എ സെറ്റ് ഓഫ് ലൈഫ് എഗ്രീഡ് അപ്പോൺ എന്ന് പറഞ്ഞ് നെപ്പോളിയൻ്റെ ഒരു കോട്ടുണ്ട്. ഇപ്പം നരിവേളിലേക്ക് വരുമ്പം ട്രൂ ഇവൻറ്റും ഫിക്ഷനോട് ബ്ലെൻഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലൊരു കോൺട്രവേഴ്സിയിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് താങ്കൾക്കാണ്. പക്ഷെ അവിടെ ടൊവിനോ എന്ന് പറയുന്ന ഒരു നടൻ ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടി അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഇപ്പം ടൊവിനോ തന്നെ അഭിനയിച്ച ഇപ്പം എമ്പുരാനിലാണെങ്കിൽ കൂടി നമുക്കത് കാണാൻ സാധിച്ചു. അപ്പം അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ് ഡയറക്ടർ? അല്ല, ഇത് നമ്മൾ 23-ാം തീയതി റിലീസ് ചെയ്യുന്ന ദിവസം തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഈ സിനിമ. നമ്മളിപ്പോൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞ 4 വർഷമായി ഈ സിനിമ തിരക്കഥയാവുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ടൊവിയുണ്ട്, ഇതിൽ മോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻസും ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പം ഷമീർ ശരിക്കും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്, മറ്റ് ചില സാങ്കേതിക കാരണങ്ങൾ മാറിയതാണ്. അപ്പോൾ ഒരാളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമ ചെയ്യുന്നതിന് അതിന് വാലിഡിറ്റി ഇല്ല ആക്ച്വലി. ഇപ്പം നിങ്ങളുടെ ചിന്തയിൽ ഓടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾക്ക് ഈ സിനിമ കൊണ്ട് ഏത് ഓഡിയൻസിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും, അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എന്ത് എലമെൻറ്റ്സ് ഈ സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സിനിമ ഒരു പ്രൊഡ്യൂസർ, ഇപ്പം ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ള പുതിയൊരു സിനിമ കമ്പനിയുടെ ഭാഗമായിട്ടാണ് സിനിമ മുന്നോട്ട് വരുന്നത്. ഷിയാസ് ടിപ്പു എന്ന് പറഞ്ഞ 2 പേരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ആത്യന്തികമായി ഇതൊരു കമ്മോഡിറ്റിയാണ്, ഒരു വിൽപ്പന ചരക്കാണ്. അപ്പോൾ അതിനെ വിറ്റ് പോകണം, അതിന് അവർക്ക് പൈസ തിരിച്ചു കിട്ടണം എന്നതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടുക. പിന്നെ വിവാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ഏത് സിനിമയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂ വിരിയുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും മാത്രം നമുക്ക് കാണിച്ചാൽ പോരല്ലോ. അത് ആർജവത്തോടു കൂടി അതിനെ ടേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നീഷ്യനും ആർട്ടിസ്റ്റുമാണ് നമ്മളെല്ലാവരും എന്ന് അവർക്കെല്ലാം തന്നെ സ്വയം ബോധ്യമുള്ള ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്കും ബോധ്യമുള്ളതാണ് ടോപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ച ചെയ്ത വിഷയം. അപ്പോൾ അതിൽ ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പറഞ്ഞ പോലെ സംവിധായകൻ എന്നുള്ളവർക്ക് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കുന്നു എന്ന് പറയാം. ഈ ചർച്ചകൾക്കെല്ലാം അപ്പുറത്ത് ഈ സിനിമ
ഈ ചർച്ചകൾക്ക് എല്ലാം അപ്പുറത്ത് വൈകുന്നേരം വീട്ടിലേക്ക് അരി പഞ്ചസാര മണ്ണെണ്ണയൊക്കെ മേടിച്ചുകൊണ്ടിരാൻ പറയാനാണെങ്കിൽ സംവിധായകന്റെ ഭാര്യയാണ്, മാധ്യമപ്രവർത്തകയാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഈ സിനിമ ഒന്ന് റിലീസായി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടോളാം, അതുവരെ കുറച്ച് ദിവസം മിസ് ചെയ്യും. അതെ, അതെന്തായാലും വിടണം. എന്നാലും ഇപ്പോഴൊക്കെ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. ഈ ചർച്ചകൾക്കപ്പുറത്ത്, റെഫറൻസിനപ്പുറത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു തിയേറ്റർ വാച്ച് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുക? എനിക്കുള്ള ഒരു 3 കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ടോയ് ചിത്രം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ വളരെ സിമ്പിളായി മുന്നോട്ട് വെക്കുന്നത് മറ്റ് 2 കാര്യങ്ങൾ? അല്ല, ഇതിൽ ആദ്യം തന്നെ നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ഇതൊരു ടൊവിനോ സിനിമയാണ്. ടൊവിനെയാണെന്നുള്ള ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന ഇത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ചോക്ലേറ്റിൻ്റെ അകത്ത് നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ പുറത്ത് നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ ഇത് മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ 14-15 വർഷമായി ഞാൻ കുറച്ച് സിനിമകൾ അസോസിയേറ്റ് ചെയ്തു. എങ്ങനെ നല്ല സിനിമ ചെയ്യാം, എങ്ങനെ മോശം സിനിമ ചെയ്യാം എന്നുള്ള ലേണിംഗ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാവർക്കും, ഇപ്പം നേരത്തെ 2003 ജനിച്ച ഒരാൾക്ക്, ഇപ്പോൾ കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് അയാൾ നമ്മുടെ ഇനീഷ്യൽ ഓഡിയൻസിനെ സ്വാധീനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കൂടി എൻ്റർടൈൻഡ് ആവുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമയാവണം. മാത്രമല്ല ഇതിൽ വാണിജ്യപരമായ മറ്റു താല്പര്യം, നേരത്തെ പറഞ്ഞ പ്രൊഡ്യൂസറിന് കാശ് കിട്ടണം. ഈ 3 താല്പര്യങ്ങളാണ് അതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ടൊവിയും സുരാജേട്ടനും ചേരൻ സാറും ഇതിൽ അഭിനയിച്ച മുഴുവൻ ആൾക്കാരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവരുടെ എഫേർട്ട് ആ സിനിമയിൽ കാണാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സോറി, എന്ത് മൊമെന്റ്സ്? ഹൈലി മൊമെന്റ്സ്. ഒരു സീൻ ഞങ്ങൾക്കൊരു മലയാളം മുകളിലായിരുന്നു, അത് ഭയങ്കര ഹൈ മൊമെന്റ് ആണ്. അല്ല, അങ്ങനെയല്ല, പുള്ളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. പുള്ളിയുടെ സിനിമകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഫോട്ടോഗ്രാഫി മുതലാണ് പുള്ളീനെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ച കാരണം കൊണ്ട് ഞാൻ പുള്ളിയുടെ കുറേ സിനിമകൾ, പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളും പുള്ളി അഭിനയിച്ച സിനിമകളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആളോട് ഞങ്ങളതല്ലാതെ ഞങ്ങൾ സിനിമാ ചർച്ചകളും ഇതിനു മുമ്പ് ഒരു 2022-2023 സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ പുള്ളിയുടെ, എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ റിയൽ ലൈഫ് ഒരു പുള്ളിയുടെ ശരിക്കുള്ള ജീവിതകഥ എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ അച്ഛൻ ഒരു തിയേറ്റർ ഓപ്പറേറ്ററായിരുന്നു, അമ്മ ഒരു സ്കൂൾ ടീച്ചർ. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ആ സിനിമയോടുള്ള ആ ഒരു അഭിനിവേശം തുടങ്ങുന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പോൾ ടൂറിൻ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഓപ്പറേറ്ററായിരുന്നു. അവിടെ നിന്ന് പുള്ളി ചെന്നൈയിൽ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി. അവിടെ നിന്ന് പുള്ളി സിനിമയിൽ അഭിനയിക്കുന്ന, സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരാളായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടായിട്ടുള്ള പുള്ളിയുടെ വീട്ടുകാരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ സിനിമ പാരഡൈസ് എന്നുള്ള സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അതുപോലെ പുള്ളി ഞങ്ങളങ്ങനെ കുറേ സിനിമാ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രിയമതയോടൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പ്രിയമതയോട് പ്രിയമത മിന്നൽമള എന്ന സോങ് ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തങ്ങൾ വളരെയധികം ട്രെൻഡിങ് ആണ്. അപ്പം എടുത്ത് നോക്കിയാൽ തന്നെ കേരളത്തിലൊരു പ്രശ്നം തന്നെ വേണം പറയാം. അപ്പം സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലാണ്, ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൂടെ ഒക്കെ ആയാലും അത്രയും നന്നായി പൊക്കോണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ടൊവിനോ എന്ന് പറയുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിക് ചോക്ലേറ്റ് ഹീറോ എന്ന ലെവലിലേക്ക് നമുക്ക് ആ സീൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടൊവിനോ എന്ന ഒരു ആക്ടർ? ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ അത്രയധികം ഫോളോ ചെയ്ത വർക്ക് വൺ ഓഫ് ദി ആക്ടേഴ്സ് ടൊവിനോ തന്നെയാണ്. ആൻഡ് എനിക്ക് വളരെയധികം ആരാധനയുള്ളൊരു ആക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യലാണ്. ആൻഡ് മിന്നൽമള ഇത്രയും ഹിറ്റായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പം എവിടെ പോയാലും ഞാൻ ഈ പാട്ട് കേൾക്കാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഏത് ക്യാബിൽ കയറിയാലും ഇപ്പോൾ ഈ പാട്ടാണ്. സോ അതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. സോ അത് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? മൈൻഡിൽ വന്നത് ഇതിപ്പോൾ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻ്റ് ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയേനെ എന്തെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമായാൽ
നല്ലതായിരുന്നു എന്ന് തോന്നിയേനെ. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത്രയും അടിപൊളിയാണ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പടത്തിൽ ഞാനൊരു ഭാഗമാണ്. നമ്മളൊരു ക്യാമ്പിൽ 2 പോലീസുകാരെ എടുത്താൽ അവരുടെ ഐഡിയോളജീസ് വ്യത്യാസമായിരിക്കും, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വ്യത്യാസമായിരിക്കും, ആശയങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷേ ഇവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. അവർ പോലീസുകാരാണ്, അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ലാത്തി ചാർജിന് പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആദിവാസി സമരം അടിച്ചമർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഒരു 100 പേര് പോയാൽ അതിലൊരു 60 പേർക്കും അറിയാമായിരിക്കും നമ്മൾ ചെയ്യുന്നതല്ല ശരി, അവരുടെ ഭാഗത്താണ് ശരി. പക്ഷേ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. ഈ നരിവേട്ടയിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇവൻറ്റ്സ്, ഇങ്ങനത്തെ മൊമെന്റ്സ് ആണോ, അതെയോ ഈ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ജോലി ആയതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു പോലീസുകാരൻ്റെ ഇമോഷൻസിനെയാണോ ഈ പടം ഹൈലൈറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം തുടങ്ങിയിട്ടുള്ള. ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരനെ ആലോചിച്ച് നോക്കും. നമുക്ക് ഇപ്പോഴത്തെ നമ്മളെ കേരളത്തിലെ ചൂടിൽ നമുക്ക് ഏതെങ്കിലും തണലത്തേക്ക് കയറി നിൽക്കാനായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രകൾ മുടങ്ങാതിരിക്കാൻ, നമ്മളെ ട്രാഫിക് മറ്റേ ബുദ്ധിമുട്ടില്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ഒരു വെയിലത്ത് നിന്നിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കുള്ള അത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല. ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ നിൽക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഒരു കൊറോണയുടെ സമയമാണെന്ന് വിചാരിക്കുക. കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പോൾ കൊറോണ വരുമോ എന്ന് പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കുറേ ആൾക്കാരില്ലേ, അങ്ങനെ പേടിച്ച പോലീസുകാരുണ്ടായിരിക്കില്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഓപ്ഷനില്ല. അവർ അന്ന് പുറത്ത് നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ പോലും ഇവിടുത്തെ സിസ്റ്റം മൊത്തം റണ്ണായത്. അപ്പോൾ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് ഈ പോലീസ്, പട്ടാളം തുടങ്ങി. ആ സമയത്ത് അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരുടെ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അവർ പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഒരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവും ആവുമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യാമറ അങ്ങേറ്റത്തേക്കാണ് ആ പ്രദീപ് എന്ന് പറയുന്നത്. ആ പ്രദീപാണ് അന്ന് ഞാൻ കാസർഗോഡിൽ നിന്ന് ഇന്ത്യ വിഷനിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്ന ക്യാമറയാണ്. പ്രദീപ് അങ്ങനെയാണ്, ഫ്രണ്ടിലൊന്നും വരില്ല. പ്രദീപ് ഒന്ന് കൈ വെക്കണം, പ്രദീപ് എല്ലാവർക്കും ഒന്ന് കാണുന്നില്ല. അതാണ്. ഓക്കെ, നമസ്കാരം ചേട്ടാ. ഓക്കെ, ഈ പ്രണവിനോടൊരു ചോദ്യം വരുന്നുണ്ടായിരുന്നു. ആരാ മൈക്ക് പിടിച്ചു പറയണം, അല്ലെങ്കിൽ ചോദ്യം കേൾക്കില്ല, ഉത്തരം മാത്രം കേൾക്കും. സോറി, മൈക്കൊന്ന് അല്ല ചോദിച്ചു. പ്രണവിനോട് ചോദിക്കണം. പക്ഷെ ചോദിക്കാം. കമ്പനി ഒരു ചോദ്യമുണ്ട്, അതിനൊപ്പം പ്രണവിനോടും ഉണ്ട്. സംവിധായകനോട് ഞാൻ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകളെ തെറി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമ എടുക്കുക, എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാമെന്ന് അറിയില്ല. അതുകൊണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒപ്പം പറഞ്ഞത്, നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളുകളും കൂടിയാണ്. കൂടുതലും സിനിമ പോലെയുള്ള മേഖലയിലേക്ക് അധികം വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഒരു ജോലി തീർക്കുക, അതിൻ്റെ കാശ് വാങ്ങുക എന്നതിലപ്പുറം അത്രയധികം അതിൽ ഇൻപുട്ട് ഇട്ടു എന്ന് സംവിധായകനും തിരക്കഥാകൃത്തും എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ് നിങ്ങളോടും ഒപ്പം പ്രണവിനോടും. ആക്ച്വലി ഇത് അനുരാജേട്ടൻ തന്നെയാണ് അതിന് മറുപടി പറയുന്നത്. അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ഇതിലൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ സിനിമ എക്സിക്യൂട്ടീവ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഓരോ സീനിലും വായിക്കുന്ന നമുക്ക് അതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ ഏത് തരത്തിൽ ട്രിക്ക് ചെയ്യാമെന്ന് നമുക്ക് ഉള്ളിലുണ്ട്. അത് ബോധപൂർവമായി നമ്മളതിൽ ഒരു ഭയങ്കര എഫേർട്ട് നടത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത ഒരു 3 മാസം മുൻപേ വയനാട്ടിൽ പോയി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ഗ്രൂം ചെയ്യുകയും
അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, ഇപ്പം ബേസിക് നീഡ്സ്, ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള ബേസിക് നീഡ്സ്, ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് സൗകര്യം, ഇതൊന്നും നമുക്ക് സാധാരണ ലൊക്കേഷനിൽ വലിയ ക്രൗഡ് വരുന്ന ലൊക്കേഷനൊന്നും ഉണ്ടാവാറില്ല. ബേസിക് നീഡ്സാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 15 ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ബേസിക്കലി നമ്മൾ ലീഡ്, ഇപ്പോൾ ടൊവി അടക്കം ഏറ്റവും താഴെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കംഫർട്ട് ലെവലിൽ കൊണ്ടുപോകാം എന്ന ശ്രമം ഈ സിനിമയ്ക്ക് ആത്യന്തികമായി ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനായിരുന്നു അതിൽ പൂർണ്ണമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപേട്ടൻ, സക്കീർക്ക, അങ്ങനെ അരുൺ, പ്രണവ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തത് നമ്മൾക്കൊപ്പം, ഒരുപക്ഷെ നമ്മൾക്കാൾ മുന്നേ കൂടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് അതിൽ ടേക്ക് പാർട്ട് ആയതുകൊണ്ട് ഒരു കംഫർട്ട് സ്പേസ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മൾ ഈ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ബേസിക്കലി സ്ക്രീനിൽ വരുന്ന സാധനം ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. തിയേറ്ററിൽ അതാണല്ലോ ഉണ്ടാവുക. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആർട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ശരിക്കും നമ്മൾ സ്ട്രെസ്സിൻ്റെ പടുകുഴിയിലായിരിക്കും സംവിധായകൻ ചിലപ്പോൾ ഉണ്ടാവുക. എന്നാൽ പോലും അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ മറ്റ് സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ നല്ലതുണ്ടാക്കാം, എങ്ങനെ ചീത്തയായിട്ടുണ്ടാക്കാം എന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉള്ളിലുള്ളതായിരിക്കാം. നമ്മൾ വെറുതെ കിടന്ന് ബഹളം വയ്ക്കുകയോ വെറുതെ കിടന്ന് ഷോ ചെയ്യുകയോ ചെയ്താൽ അത് ആ സിനിമയുടെ ആ സമയത്തെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും ആ ഒരു ദിവസം ഷൂട്ട് ചെയ്യണം, ചിലപ്പോൾ 5 ദിവസം ഷൂട്ട് ചെയ്താലും തീരില്ല. ഇപ്പം എനിക്ക് ഈഗോ വന്ന് വെറുതെ എന്തെങ്കിലും ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ ടൊവിക്ക് അതിനേക്കാൾ ഈഗോ വരും. ടൊവിക്ക് ചിലപ്പോൾ അതിനേക്കാൾ റിയാക്ട് ചെയ്യേണ്ടി വരും. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഞാൻ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ടീം വർക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടാണ് ഈ സിനിമ. ശരിക്കും നമുക്ക് നമ്മളുടെ സൗഹൃദത്തിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഫോൺ വിളിച്ചോ നേരിട്ടിരിക്കുമ്പോഴോ ഒച്ച വയ്ക്കാം, ബഹളം വയ്ക്കാം. പക്ഷെ ഒരു സിനിമ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഓഫീസിനകത്ത് വരുന്ന ആരും അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുള്ളൂ. അതേപോലെ തന്നെ സിനിമാ സെറ്റും അത്രയും തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു സ്ഥലവും അവിടെ കിടന്ന വഴക്കുകളേക്കാളും ഉണ്ടാവേണ്ടത്. അതായത് ഇത് അനുരാജ് പറയുമ്പോൾ എനിക്കതിനെ വൗച്ച് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അനുരാജ് ഇങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. പറഞ്ഞ സമയത്തിന് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ടും തീർന്നു. അതിൻ്റെ അർത്ഥം ഇത് ശരിയായ രീതിയാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. അത് പ്രണവിനോട് നേരത്തെ ചോദിക്കാറുണ്ട് ചോദ്യം, മൈക്ക് കിട്ടി ചോദിക്കും. ഈ ഒരു ക്യാരക്ടർ ചലഞ്ചിങ് ആയിരുന്നു. ഓപ്പോസിറ്റ് ടോയിച്ചേട്ടൻ കുറേ ഇങ്ങനെ ഇന്നിപ്പോൾ എന്തോരം ചലഞ്ചിങ് ആയിരുന്നു. ചലഞ്ചിങ് എന്നതിനേക്കാൾ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഒരുപാട് സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ എനിക്ക്. കാരണം ഞാൻ തമിഴിലാണ് കൂടുതലും സിനിമകൾ ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഇതെൻ്റെ 2ാമത്തെ മൂവി ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിൽ ആദ്യത്തെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ തന്നെയാണ്. ടോയിച്ചേട്ടൻ, സുരാജേട്ടൻ, ചേരൻ സാറ്, പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടേതായ മേഖലകളിൽ എല്ലാവരും വളരെയധികം കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. സോ നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷവും ഒരു ആത്മപ്രശംസയും അകത്ത് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. പിന്നെ ഇതിലെ ക്യാരക്ടർ എങ്ങനെ പ്ലേ ചെയ്തു, അതിന് എത്രത്തോളം ചാലഞ്ചിങ് എനിക്കുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇതിൻ്റെ ക്രൂ തന്നെയായിരിക്കും ഇത് സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ടാവുക. കാരണം ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാവരും കൂടെ